ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 41 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനം. വ്യവസായാത്മിക ബുദ്ധി ഏക ഇഹ കുരുനന്ദന ബഹുശാഖാ ഹി അനന്താഃ ച ബുദ്ധയഃ അവ്യവസായിനാം. വ്യവസായാത്മിക ബുദ്ധി ഏക ഇഹ കുരുനന്ദന. ഇഹ വ്യവസായാത്മിക, ഇവിടെ ഈ കർമ്മയോഗത്തിൻ്റെതായ മാർഗത്തിൽ നിശ്ചയാത്മികമായ ബുദ്ധി എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. അതേസമയം ബഹുശാഖാ ഹി അനന്താഃ ച ബുദ്ധയഃ അവ്യവസായിനാം. ഉറച്ച മനസ്സോടുകൂടി അല്ലാത്തവരുടെ ബുദ്ധി പല ശാഖകളായിട്ടും അനന്തമായിട്ടും പോകുന്നവയാണ്. എന്നാൽ ഉറച്ച മനസ്സോടു കൂടിയ ഒരാളുടെ ബുദ്ധി കർമ്മയോഗത്തിൽ ഒന്ന് മാത്രമാണ്, ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അതായത് കർമ്മമാർഗിയായിരിക്കുന്ന ഒരാൾ, ഒരു കർമ്മയോഗി, അയാളുടെ ലക്ഷ്യത്തെ ഏകാഗ്രമാക്കിക്കൊണ്ടാണ് പ്രവൃത്തി ചെയ്യേണ്ടത്. എന്നാൽ ഏകാഗ്രമായ ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗം എന്ന് പറയുന്നത് പല വഴിക്ക് പോകുന്നതും അനന്തമായി നീണ്ടുപോകുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങനെയുള്ള കർമ്മമാർഗികൾക്ക് സാധിക്കുന്നതല്ല. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ മാത്രമേ കർമ്മയോഗത്തിൽ യുക്തമായ ഫലത്തെ തരാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പലവിധ അഭിപ്രായങ്ങൾ കേട്ട് തുടങ്ങിവെച്ച കർമ്മത്തിന് പല ഗതിവിഗതികൾ ഉണ്ടാകുമ്പോൾ ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണോ ആ കർമ്മം ആരംഭിച്ചത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകും. ദ്രോണാചാര്യൻ അർജുനനെ അസ്ത്രവിദ്യ പഠിപ്പിക്കുമ്പോൾ ആ സമയത്ത് മറ്റുള്ള സഹപാഠികളോടൊക്കെ എല്ലാവരെയും മുൻപിൽ നിർത്തിക്കൊണ്ട് ദ്രോണാചാര്യൻ അർജുനോട് ചോദിക്കുന്നു, അർജുന, നീ എന്താണ് ആ ലക്ഷ്യസ്ഥാനത്ത് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ കാണുന്നത് കേവലം ഒരു പക്ഷിയുടെ കണ്ണുകൾ മാത്രമാണ്. അതേസമയം മറ്റുള്ള ശിഷ്യന്മാരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, അവിടെ ഒരു വൃക്ഷമുണ്ട്, അതിന് ധാരാളം ശാഖകളുണ്ട്, വളരെയധികം ഇലകളുണ്ട്, അതിനിടയിലൂടെ നോക്കുമ്പോൾ ഏതോ ഒരു പക്ഷി ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും, ലക്ഷ്യസ്ഥാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾ എന്താണ് ദൃഷ്ടി വയ്ക്കുന്നതെന്നും, എന്നാൽ വികലമായ ശ്രദ്ധയോട് കൂടിയിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ ഏത് പ്രകാരത്തിലെല്ലാം വ്യത്യസ്തങ്ങളായി പോകുന്നു എന്നത് നമുക്കവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് കർമ്മമാർഗത്തിൽ നിന്ന് ശരിയായ ലക്ഷ്യം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ ബുദ്ധിയെ ഏകാഗ്രമാക്കിക്കൊണ്ട് ബാഹ്യമായ തടസ്സങ്ങളിൽ നിന്നെല്ലാം നിവൃത്തമാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കാത്തവർക്ക് ഒരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല എന്നുകൂടി
ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും മനസ്സ് ചാഞ്ചല്യത്തിന് അധീനപ്പെടുന്ന ഒന്നാണ്. എത്രമാത്രം ഉറച്ച മനസ്സോടുകൂടി നമ്മൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നുവോ അത്രയും എളുപ്പത്തിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയുന്നു. എന്നാൽ അവിടെയും ഇവിടെയുമെല്ലാം ശ്രദ്ധ വ്യാപരിക്കുമ്പോൾ ലക്ഷ്യം അകലെയായി പോകുന്നു, അല്ലെങ്കിൽ പ്രാപ്തമല്ലാത്ത അത്രയും ദൂരെയായി പോകുന്നു എന്നെല്ലാം ഉള്ള പോരായ്മകൾ വന്നു ചേരുന്നു. അതുകൊണ്ട് കർമ്മയോഗിയായ ഒരാൾ അയാളുടെ ഏക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവൃത്തി ചെയ്യുകയും അപ്രകാരം ഏകാഗ്രമായ ശ്രദ്ധയില്ലാത്ത ഒരു ആൾക്ക് കർമ്മയോഗത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു. അതുകൊണ്ട് അർജുന, നീ നിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന ഈ ധർമ്മ സംസ്ഥാപനം, അതിനുവേണ്ടിയുള്ള യുദ്ധം, അത് നീ ചെയ്യേണ്ടതാണ്, അതിന് ചെയ്താലും എന്ന് വ്യംഗ്യമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിനം. അർത്ഥത്തിൻ്റെ അർത്ഥവാദത്തിൽ മാത്രം തൽപരരും, അല്ലാതെ അതിനപ്പുറം ന അന്യദസ്തി ഇത് വാദിനഹ, ഇതിനപ്പുറം മറ്റൊന്നില്ല എന്ന് വാദിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള അവർ കാമാത്മാനഹ സ്വർഗപര, അവർ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയൊക്കെയായിട്ട് അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. വേദത്തിൽ പറയുന്ന കർമ്മകാണ്ഡത്തിലെ കർമ്മഠന്മാരെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിയും പ്രതി വളരെയധികം കർമ്മങ്ങളെ അവർ ചെയ്തു കൂട്ടുന്നു. അവർക്ക് ഭൗതികങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങളെയൊക്കെ പ്രാപിക്കുന്നതിന്, അതിന് ഉതകുന്ന ഐശ്വര്യങ്ങളെയൊക്കെ പ്രാപിക്കുന്നതിന് വേണ്ടിയായിട്ട് അവർ പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. ഇതാണെങ്കിലോ ജന്മകർമ്മഫലപ്രദം, പുനർജന്മം എന്ന് പറയുന്ന കർമ്മഫലത്തെ നൽകുന്നതും കൂടിയാണ് ഈ കർമ്മങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഭോഗൈശ്വര്യ പ്രസക്താനാം, ഭോഗങ്ങളും ഐശ്വര്യവും എല്ലാം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഇവർ തയാ അപഹൃതചേതസാം, ആ ലക്ഷ്യം ഇവരെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുമ്പോൾ വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ, അങ്ങനെയുള്ള ആസക്തി അവരെ നിശ്ചയമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവുകയില്ല. ഇവിടെ വേദത്തിൻ്റെ അർത്ഥവാദത്തിൽ മാത്രം താല്പര്യം കാണിക്കുന്നവരും അതിനേക്കാൾ അധികമായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരും ഭൗതികങ്ങളായ ആഗ്രഹങ്ങളെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരും അവിടെ പറയുന്ന സ്വർഗപ്രാപ്തിയാണ് പരമമായ വേദത്തിൻ്റെ ആചാരങ്ങളുടെ ലക്ഷണം എന്നും അല്ലെങ്കിൽ ലക്ഷ്യം എന്നും ഒക്കെ പറയുന്ന ആ മൂഢന്മാർ ഭോഗങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നേടുവാനായിട്ട് പലതരം ക്രിയകൾ ഒക്കെ അനുഷ്ഠിക്കുന്നു. എന്നാൽ ഈ ക്രിയകളൊക്കെ ആണെങ്കിലോ അവർക്ക് പുനർജന്മത്തെയൊക്കെ നേടിക്കൊടുക്കുന്നതുമാണ് എന്നുള്ള ഒരു ദോഷവും കൂടി അതിനുണ്ട്. ഇങ്ങനെ ഈ ക്രിയകളുടെ കർമ്മങ്ങളിൽ ആസക്തരായ ഈ ബുദ്ധിശൂന്യർ അവരുടെ ബുദ്ധി ഏകാഗ്രമാകുന്നില്ല, അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത അവർക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കാലവിളംബം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു. വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭൗതികങ്ങളായ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് കരുതി വളരെയധികം വിശേഷങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഈ മൂഢന്മാർക്ക് പുനർജന്മം എന്ന് പറയുന്ന കർമ്മഫലത്തെ
നൽകുന്നതായ പലതരം വിശേഷങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. അതിനെല്ലാം വളരെ മൃദുവായിട്ട് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ പുഷ്പതുല്യമായിട്ട് പറഞ്ഞു തരുന്നതായ വാക്കുകളെ കൊണ്ട് ഭോഗങ്ങളെയും ഐശ്വര്യങ്ങളെയും ഒക്കെ അമിതമായി ആഗ്രഹിക്കുന്നവരായ ആ മൂഢജനങ്ങൾക്ക് അവരുടെ ബുദ്ധി ഒരിക്കലും ഏകാഗ്രമല്ലാത്തതുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് അവർക്ക് കാലവിളംബം വന്നു ചേരുന്നു, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാതെയെല്ലാം പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഏതൊരു ജീവാത്മാവിനും അതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാത്മാ പ്രാപ്തിയാണ്. അതിനാണ് ചതുർവിധങ്ങളായ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന 4 ഉപായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മവും അർത്ഥവും കാമവും ചേർന്ന് 4-ാമിടമായ മോക്ഷത്തിലേക്ക് എത്തുവാനായിട്ടുള്ള കർമ്മങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ധർമ്മത്തിന് നിരക്കുന്നതായിരിക്കണം. എന്താണ് ധർമ്മം എന്നും എന്താണ് അധർമ്മമെന്നും ഇനി വഴിയെ ഗീതയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഏതൊരു കർമ്മത്തെയാണ് വേദം ചെയ്യാവുന്നതാണെന്ന് വിധിക്കുന്നത് അത് ധർമ്മവും, എന്താണ് ചെയ്യരുത് എന്ന് പറയുന്നത് അത് അധർമ്മവുമായി നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. അപ്പോൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് അതിൽ നിന്ന് നേടുന്നതായ അർത്ഥം സമ്പാദിച്ച് ആ അർത്ഥം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നേടിയെടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ 4-ാമിടമായ മോക്ഷപദത്തിലേക്ക് ഒരു ജീവാത്മാവ് എത്തുവാൻ യോഗ്യനായി ഭവിക്കുന്നു. ധാരാളം കുകർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിച്ച് എങ്ങനെയും മറ്റുള്ളവരുടെ ധനത്തെ അപഹരിച്ചുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ നേടിയെടുക്കുന്ന ഒരാൾ നിശ്ചയമായും ചെന്നു ചേരുന്നത് ഘോരമായ നരകതുല്യമായ പുനർജന്മങ്ങളിലേക്കാണ്. ഏത് പ്രകാരത്തിലായാലാണോ നമ്മളുടെ ഈ ജീവാത്മാവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠങ്ങളായ ശരീരങ്ങളെ ലഭിച്ചുകൊണ്ട് ഇപ്പോൾ ആചരിക്കുന്നതായ കർമ്മങ്ങളിൽ നിന്നും സാത്വിക ഭാവം കൂടിയ കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ അടുത്ത ശരീരത്തിൽ ഇന്ന് സാധിക്കുക എന്നുള്ള ആ ഒരു പ്രൊമോഷൻ, അതായിരിക്കണം ഓരോ ജീവാത്മാക്കളുടെയും ലക്ഷ്യം. എങ്കിൽ മാത്രമേ ആ പരമാത്മാവിനോടുള്ള സംയോഗത്തിന് അല്ലെങ്കിൽ അതിനോടുള്ള ഒത്തുചേരലിന് ഏറ്റവും എളുപ്പം അവസരം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇതിനായിട്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ് നമ്മൾ ആചരിക്കുന്ന ഈ അഷ്ടാംഗ മാർഗങ്ങളിലെല്ലാം പറയുന്നത് പോലെ യമ നിയമങ്ങളൊക്കെ. അതിൽ യമത്തിൽ പറയുന്നത് പോലെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നും ബാഹ്യ ആഭ്യന്തര ശുചി എന്ന് പറയുന്ന നിയമങ്ങളും ഒക്കെ ആചരിച്ചു വരുന്ന ഒരു വ്യക്തി ഈ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ മറ്റ് ഒരു ജീവാത്മാക്കളെയും യാതൊരുവിധ ദുഃഖവും ഏൽപ്പിക്കാതെ താൻ കാരണം മറ്റുള്ളവർക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള സന്തോഷം നൽകുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരു നേട്ടമായി കരുതുന്ന ഒരു ജീവാത്മാവിന് നിശ്ചയമായും ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിത സാഹചര്യത്തിലേക്കും ശ്രേഷ്ഠമായ ശരീരത്തിലേക്കും ഒക്കെ എത്തുവാനായിട്ടുള്ള ഒരു യോഗം ലഭിക്കുന്നു എന്നതാണ് സത്യം. അങ്ങനെ ഉള്ള പടിപടിയായ കയറ്റത്തിലൂടെയാണ് ഒരു ജീവാത്മാവ് ആ പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗ്യതയെ നേടുന്നത്. കേവലം കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ മാത്രം ആചരിച്ച് അതിൻ്റെ ലക്ഷ്യമാകുന്ന ഭോഗങ്ങളും ഐശ്വര്യങ്ങളും സ്വർഗപ്രാപ്തിയും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ
പരമമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഈ കർമ്മകാണ്ഡങ്ങൾ പറയുന്ന കർമ്മങ്ങളൊക്കെ നിഷ്കാമമായിട്ട് അനുവർത്തിച്ചതിന് ശേഷം ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള യോഗ്യതയാണ് നേടിയെടുക്കുന്നത്. കർമ്മങ്ങളിൽ വിരക്തി വരാത്ത ഒരാൾക്ക് ജ്ഞാനമാർഗത്തിലൂടെ പോകുവാനായിട്ട് സാധിക്കുന്നതല്ല. അങ്ങനെ നിഷ്കാമകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കർമ്മങ്ങളിൽ വിരക്തി സംഭവിച്ച ഒരാൾക്ക് നിശ്ചയമായും വളരെ പെട്ടെന്ന് തന്നെ ജ്ഞാനദീപം പ്രകാശിക്കുകയും അത് പരമാത്മ ചൈതന്യത്തിലേക്ക് ചേരുവാനായുള്ള യോഗ്യതയെ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അതാണ് പരമമായ ലക്ഷ്യം. അല്ലാതെ ഭോഗങ്ങളോ ഐശ്വര്യങ്ങളോ സ്വർഗപ്രാപ്തിയോ ഒന്നുമല്ല അർജുന നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതിനായി ബുദ്ധിയെ ഏകാഗ്രമാക്കി വെച്ച് പല വിഷയങ്ങളിലേക്കും വ്യാപരിക്കാൻ വിടാതെ അതിനെ ഏകാഗ്രമാക്കി ലക്ഷ്യത്തിലേക്ക് നയിക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യവിഷയാഃ വേദാഃ നിസ്ത്രൈഗുണ്യഃ ഭവ അർജുന നിർദ്വന്ദ്വഃ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യവിഷയാഃ വേദാഃ വേദാഃ വേദങ്ങൾ ത്രൈഗുണ്യവിഷയാഃ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത്. നിസ്ത്രൈഗുണ്യഃ ഭവ അർജുന, അല്ലയോ അർജുന നീ ഈ ത്രിഗുണങ്ങൾക്കും അതീതനായി ഭവിക്കുക. നിർദ്വന്ദ്വഃ ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തവനായി തീരുക. നിത്യസത്വസ്ഥഃ നിത്യവും സത്വഗുണത്തിൽ രമിക്കുന്നവനാകുക. നിർയോഗ ക്ഷേമ ആത്മവാൻ ആ യോഗവും ക്ഷേമവും ഇല്ലാത്തവനായിട്ട് ആത്മവാൻ ആത്മനിഷ്ഠനും ഒക്കെ ആയിത്തീരുക അർജുന. അല്ലയോ അർജുന വേദങ്ങൾ എന്ന് പറയുന്നത് സാത്വികം രാജസം താമസം എന്നീ ഗുണങ്ങളെ സംബന്ധിച്ചുള്ളവയാണ്. പക്ഷേ ഈ ത്രിഗുണങ്ങൾക്കും അതീതനായി ഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിർദ്വന്ദ്വനായിട്ടും നിർയോഗക്ഷേമ ആത്മവാൻ ഒക്കെ ആയിട്ടും നിലനിൽക്കാൻ സാധിക്കും. നിർദ്വന്ദ്വൻ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തവൻ അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങളെ ജയിച്ചവൻ. നിത്യസത്വസ്ഥൻ എന്നാൽ നിത്യവും സാത്വിക ഭാവത്തിൽ രമിക്കുന്നവൻ. അതുപോലെ നിർയോഗക്ഷേമ യോഗവും ക്ഷേമവും ഒന്നും ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ആത്മനിഷ്ഠനായി തീരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ നിർദ്വന്ദ്വൻ എന്ന് പറഞ്ഞാൽ അത് ആ ദ്വന്ദ്വങ്ങളിൽ സമമായി ഇരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദ്വന്ദ്വം ചൂട് തണുപ്പ്. ഇപ്പോൾ ചൂടുകാലത്തും തണുപ്പ് കാലത്ത് നമുക്ക് ഒരേപോലെ ശരീരത്തെ നിലനിർത്താൻ കഴിയുക. അതുപോലെ ജയ അപജയ ജയങ്ങളിലും പരാജയങ്ങളിലും മനസ്സിനെ ഒരേപോലെ നിലനിർത്താൻ സാധിക്കുക. സുഖദുഃഖം സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ ഒരേപോലെ നിർത്താൻ സാധിക്കുക. ഇതാണ് ആത്മനിഷ്ഠൻ്റെ ലക്ഷണം എന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും മനസ്സിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. സുഖമുണ്ടാകുമ്പോൾ നമ്മൾ
വളരെയധികം സന്തോഷിക്കും. അങ്ങനെയുള്ളയാൾ ദുഃഖമുണ്ടായാലോ വളരെയധികം സന്താപവും ഉണ്ടാവും. അപ്പോൾ മനസ്സിൻ്റെ ചലനം എന്ന് പറയുന്നത് വളരെ മുകളിലേക്കും അതുപോലെ താഴേക്കും പോകും. വാസ്തവത്തിൽ ഒരു ആത്മനിഷ്ഠനായ ഒരാൾക്ക് വേണ്ട ഗുണം എന്ന് പറയുന്നത് സുഖമുണ്ടാകുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക. ദുഃഖമുണ്ടാകുമ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇതങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ശ്രദ്ധയും നൽകേണ്ട വിഷയമല്ല. അതുകൊണ്ട് അവിടെയും മനസ്സിനെ അധികം താഴേക്ക് പോകാതെ, അല്ലെങ്കിൽ ആ സുഖത്തിലെങ്ങനെയാണോ സന്തോഷമില്ലാതിരുന്നത് അതുപോലെ സങ്കടത്തിലും അധികം ദുഃഖമില്ലാതെ നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരാളാണ് ആത്മനിഷ്ഠൻ എന്ന് പറയുന്നത്. അതുപോലെ മാനാപമാനവും, മാനത്തിലും അപമാനത്തിലും ഒരേപോലെ ചിന്തിക്കാൻ കഴിയുന്നവർ. പലരും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൊക്കി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ധാരാളം പ്രശംസിച്ചേക്കാം. ആ പ്രശംസകളൊക്കെ കേട്ട് നമ്മൾ വളരെ സന്തുഷ്ടരായിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്തു വേണമെങ്കിലും അവർക്ക് കൊടുത്തേക്കാം. എന്നാൽ അതേപോലെ തന്നെ ആരെങ്കിലും നമ്മളെ അപമാനിച്ചാൽ വളരെയധികം ദുഃഖിച്ച് അവരോട് എതിരിടാനും പോയേക്കാം. ഇവിടെ ആ വ്യക്തിയുടെ മനസ്സ് രണ്ട് വശങ്ങളിലേക്കും വളരെയധികം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആരും വന്ന് പ്രശംസിക്കുമ്പോൾ മനസ്സിന് അധികം ഉയർത്താതിരിക്കുക, ആരും അപമാനിക്കുമ്പോൾ മനസ്സിനെ അധികം താഴ്ത്താതെയും ഇരിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ആത്മനിഷ്ഠൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് രണ്ടും തുല്യം ആയി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരാണ് പരമമായ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ യോഗ്യത നേടുന്നവർ എന്നുകൂടി ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ത്രൈഗുണ്യവിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.